അസ്സലാമു അലൈക്കും. സൈനു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് തമ്നയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്താണ് ഉണ്ടാക്കുന്നതെന്ന്. ഇന്ന് നല്ലൊരു ഇറച്ചിപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ ഇറച്ചിപ്പുട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഇറച്ചിപ്പുട്ട് ഉണ്ടാക്കാനായി ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി എണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസ് 2 സബോളയാണ്. എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബോള ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഞാൻ പുട്ടുണ്ടാക്കാൻ ഉപയോഗിച്ചത് ബീഫാണ് കേട്ടോ. ഈ ബീഫ് ഞാൻ നാട്ടിൽ നിന്ന് കൊടുക്കുന്നതാണ്. അതാണ് കുറച്ച് സബോളയും ഒക്കെ ഇട്ട് കൊടുക്കുന്നത്. കാരണം അത്യാവശ്യം എല്ലാതും കൂടി ഇട്ട് ഫ്രൈ ആക്കി കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇനി ആ ബീഫൊന്ന് കറി പോലെ ആക്കണമല്ലോ, അതിനാണ് ഞാൻ സബോളയും അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തത്, ഒരു 1/2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മല്ലിയില, കുറച്ച് കരിവേപ്പില, 2 പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. കാരണം സവോള ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അതിലേക്കുള്ള എരിവിനുള്ള സാധനങ്ങളാണ് ഇട്ട് കൊടുത്തത്. കാരണം ബീഫിൽ ഞാൻ ഓൾറെഡി എല്ലാം ഇട്ട് വേവിച്ച് അത്യാവശ്യം ഫ്രൈ ചെയ്ത് കൊണ്ടുവന്ന് വന്ന ബീഫാണ്. ഇനിയിപ്പോൾ പുട്ടുണ്ടാക്കുമ്പോൾ നമുക്കതൊരു ഒന്ന് വരട്ടിയ പോലെ ആക്കണമല്ലോ, അതിനുള്ള സവാളയാണ് ഈ വഴറ്റിയെടുക്കുന്നത്. ഇപ്പോൾ സവാളയും തക്കാളിയും എല്ലാം നല്ലതുപോലെ തന്നെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കുക. ഞാനിട്ട് കൊടുക്കുന്നത് ഒരു 1/2 സ്പൂണോളം വറുത്ത മസാലപ്പൊടിയും 1/2 സ്പൂണോളം മുളക് പൊടിയും പിന്നെ 1 സ്പൂണോളം കുരുമുളക് പൊടിയുമാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് പച്ച ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ. കമൻറ്റിലൊക്കെ സുഖവിവരങ്ങളൊക്കെ അറിയിക്കണം. പൊടികളിട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ എരിവ് കുറവായിരുന്നു. അപ്പോൾ ഞാൻ ഒരു 1/2 സ്പൂണും കൂടി കുരുമുളക് ഇട്ട് കൊടുത്ത് ഒന്നും കൂടി വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ എടുത്തു വെച്ച ബീഫാണ്. ഈ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ബീഫുണ്ട്. ഇനി ഈ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ബീഫ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കാരണം ഈ ബീഫ് നല്ല ഡ്രൈ ആണല്ലോ. ഇത് ഒന്ന് വരട്ടിയ പോലെ ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റി 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ നല്ലതുപോലെ തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയിലയും കൂടി ഇട്ടതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇറച്ചിപ്പുട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അതാണ് ഞാനിങ്ങനെ ഉണ്ടാക്കിയപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് കരുതിയത്. കാരണം നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ. കാരണം നമ്മൾ എന്നും ബീഫ് കറി കൂട്ടിയിട്ടാണല്ലോ കഴിക്കൽ. ഇതുപോലെ കഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. ഇപ്പോൾ പുട്ടിനുള്ള ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക്
ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചൂടാറാൻ മാറ്റി വെക്കാം. ഇതിനു മുമ്പായി ഞാൻ കുറച്ച് ചിക്കൻ റഷ്യൻ കട്ട്ലറ്റിനായി മാവ് ഉരുട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം കുട്ടികൾ വരുന്ന സമയത്ത് കഴിക്കാൻ കൊടുക്കുമ്പോൾ ഇതൊരു സന്തോഷമായിരിക്കുമല്ലോ. അപ്പോൾ ഈ കട്ട്ലറ്റ് ഇതിൻ്റെ വീഡിയോ ഞാൻ പണ്ടിട്ടതാണ്, അതാണ് ഞാൻ വീണ്ടും ഇടാതിരിക്കുന്നത് കേട്ടോ. നല്ല അടിപൊളി തന്നെയായിരുന്നു. റഷ്യൻ കട്ട്ലറ്റ് എന്ന് പറയുമ്പോൾ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണല്ലോ. അപ്പോൾ ഇന്ന് ഇവർക്ക് ചായക്കതായിരുന്നു. മോള് വന്ന് ചായ കുടിച്ച വശം തന്നെ പുട്ടിനുള്ള പൊടി നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ പുട്ട് ചുടാനായി. കുറ്റിയിലേക്ക് ആദ്യം തേങ്ങയും പിന്നെ നമ്മൾ ഉണ്ടാക്കി മാറ്റി വെച്ച ഈ ബീഫും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം പൊടിയും ഇട്ട് കൊടുത്ത് നമുക്ക് പുട്ട് ചുട്ടെടുക്കാം. പുട്ട് ചുടുന്നതൊന്നും പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ, എല്ലാവർക്കും അറിയുന്നത് തന്നെയാണല്ലോ. പുട്ട് നിറച്ച് കഴിഞ്ഞാൽ ഇവർ കുക്കറിൻ്റെ മുകളിലാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റീം വരുന്നുണ്ട് കുക്കറാവുമ്പോൾ. ഈ പുട്ട് വെച്ചതിന് ശേഷം മറ്റേ ചിരട്ടപ്പുട്ടിലും നമ്മൾ നിറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ കുറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു കാസറോളിലേക്ക് ഇത് കുത്തി മാറ്റാം. ഇനി മറ്റേ ചിരട്ടപ്പുട്ടും വെച്ച് കൊടുക്കുന്നുണ്ട്. അടിപൊളി തന്നെയാണ് കേട്ടോ അങ്ങനെ ബീഫ് വെച്ചിട്ടുള്ള പുട്ട് കഴിക്കാനും. അപ്പോൾ എല്ലാവരും ബീഫ് വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നും നമ്മൾ കറിയല്ലേ ഉണ്ടാക്കാറ്, ഇനി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയായിരുന്നു ബീഫ് പുട്ട് കഴിക്കാൻ. ഇതിൻ്റെ കൂടെ പപ്പടമോ പഴമോ ഒന്നും വേണമെന്നില്ല, അടിപൊളിയായിട്ട് തന്നെ ഇതുപോലെ തന്നെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി നാളെ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.